മഹ്ശറ. 50,000 വർഷത്തെ ദൈർഘ്യമുണ്ട്. ആളുകളൊക്കെ വസ്ത്രം ധരിക്കാതെയാണ്. ആദ്യം വസ്ത്രം കിട്ടുന്നത് വിശ്വാസികൾക്ക്. അമ്പിയാക്കൾക്ക് വസ്ത്രം കിട്ടും. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അവരുടേതായ വസ്ത്രം കൊടുക്കും, പിന്നെ കിരീടം കൊടുക്കും. നല്ല ചൂടാണ്, അപ്പോൾ അർശിൻ്റെ തണലിട്ട് കൊടുക്കും. നല്ല ദാഹമുണ്ട്, ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ കൊടുക്കും. നല്ല വിശപ്പുണ്ട്, പ്രത്യേകതരം ഹുബ്സ് ഭൂമി അള്ളാഹു റൊട്ടിയാക്കുന്നാണ്. അന്ന് ഭൂമിയെ റൊട്ടിയാക്കും. ആ ഹുബ്സിന് തിന്നാൻ പറയും. ആ റൊട്ടി കഴിക്കും, ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കും. അള്ളാഹു ഒരു കസേര ഇട്ട് കൊടുക്കുന്നതാണ്. അവിടെ ഇരിക്കുന്നു പറയും. അവിടെ ഇരിക്കും. ഇത് അവിടെ സകല മനുഷ്യരും ഒരുപാട് വെപ്രാളത്തിലാകുമ്പോൾ ഒരു പ്രത്യേക കാറ്റഗറിയെ, ഈമാനുള്ളവരെ അള്ളാഹു വിളിച്ചിട്ട് ഇങ്ങനെ ആദരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം സന്തോഷമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് 50,000 വർഷത്തെ അവസ്ഥയാണതെങ്കിൽ അത് കഴിഞ്ഞാലാണ് പിന്നെ വിചാരണക്ക് വിളിക്കുമ്പോൾ വലത് കൈയിൽ കർമ്മരേഖ നൽകപ്പെടും. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. ജസ്റ്റ് ചെറിയൊരു പരിശോധന മാത്രം, ചെറിയൊരു ഹിസാബ് മാത്രം. വേറെ ചില ആളുകൾ അതിനു മുമ്പേ വിചാരണയില്ലാതെ 70,000 ആളുകൾ, അതിൻ്റെ കൂടെ മറ്റൊരു 70,000 കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അല്ലാത്തവർ ലഘുവായ വിചാരണ. ഇതാണ് അതിൻ്റെ മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത്. സിറാത്തിലൂടെയുള്ള സഞ്ചാരം എല്ലാം ഇതിൻ്റെ മഹ്ശറിൻ്റെ ഒരു ഘട്ടമാണ്.